السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الأربعين النووية 40 ഹദീസ്. ആ കിതാബുടെ തുടക്കത്തെ മുന്നുടിയാണ് ബിസ്മി ചൊന്നൽ, പിന്നെ അൽഹംദുലില്ലാഹ്, അള്ളാഹുടെയാണ് സ്തുതിക്കട്. എവിടെയും അങ്ങനെ ആദ്യം ബിസ്മി ചൊല്ലു, പിന്നെ ഹംദ് ചൊല്ലു, പിന്നെ സ്വലാത്തും സലാമുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് വിഷയത്തിൽ തുടങ്ങുക. എല്ലാ കിതാബിലും അങ്ങനെ. അപ്പൊ അൽഹംദുലില്ലാഹ് അത് വിട്ടിട്ടൊന്നുമില്ല. എല്ലാ സ്തുതിയും അള്ളാഹുകാണ്, എല്ലാം അള്ളാഹുകാണ്. ഏത് സ്തുതിയും അതുമായി ബന്ധപ്പെട്ടവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അത് വലിയ പവറുള്ളതാണ്. അതിൽ 8 അക്ഷരങ്ങളുണ്ട്. സ്വർഗത്തെ ബായിൽ 8 ഒരാൾ അൽഹംദുലില്ലാഹ് ചെന്നെങ്കിൽ സ്വർഗത്തെ 8 ബായിലൂടെ കടക്കിടങ്കത്തെ സൗഭാഗ്യം അവനുക്ക് കിട്ടു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അൽഹംദുലില്ലാഹ് ചൊല്ലക്ക് മഹത്വമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ചെല്ലുമ്പോ വലിയ പവറുണ്ട്. മാത്രവുമല്ല അൽഹംദുലില്ലാഹ് വലിയ ഖൈറായ ദുആഉം ചൊന്നിട്ടും ഹദീസിൽ വന്നിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തു ഇരിയോ മഹത്വങ്ങൾ എഴുതപ്പെടും, ഇരിയോ തെറ്റുകൾ മായ്ക്കപ്പെടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്തു 30 നന്മകൾ എഴുതപ്പെടും, 30 തെറ്റുകൾ അവന്റെ തൊട്ട് മായ്ക്കപ്പെടും. ഒരു ഹദീസിൽ കണ്ട് മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ സമയത്ത് സ്വർഗത്തെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് വലിയ പവർ ഉള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും തന്റെ മുന്നിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ അംബിയാ ചൊന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ അൽഹംദു സർവസ്തുതിയും അല്ലാഹുവാണ്. റബ്ബുൽ ആലമീൻ ലോക രക്ഷിതാവായ അല്ലാഹുവാണ്. അവൻ എല്ലാ പക്ക അത് ചൊല്ലണോണ്ടാണ്. എന്ത് നിഅമത്ത് കിട്ടുമ്പോ ഏത് സമയത്തും അൽഹംദുലില്ലാഹ്. ഭക്ഷണം തിണ്ടൽ, പിന്നെ ഇത് നിന്റെ ഡൈനിങ് ടേബിൾ ഗെത്വാട്ടിയവൻ ആറാണ്? എന്റെ ഉമ്മമ, അല്ലെങ്കിൽ ബാപ്പമ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആറുമല്ല. ഇത് എല്ലാം സാധനങ്ങൾ ഇതിലെ ഉൾഗുണ്ട്. ഇതെല്ലാം കൂടെ എത്വാട്ടു കഴിവുള്ളവണ് അള്ളാഹു മാത്രാണ്. അതുകൊണ്ട് നിന്റെ എല്ലാ സമയത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് അള്ളാഹുടെ സ്തുതിക്കലാണ്, അള്ളാഹുടെയാണ് പോതരെ. അള്ളാഹുടെ പോതിയെങ്കിൽ അള്ളാഹു വലിയ ഇഷ്ടാണ്. പോതനായവനു മദ്ഹ് ചൊല്ലനായവനു അള്ളാഹുവാണ്. അങ്ങനെ അവന്റെ മദ്ഹ് ചൊന്ന് ദ്വാർന്നെങ്കിൽ ആ ദ്വാത്ത് ഉത്തരം കിട്ടുന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ടാണ് ദ്വാർക്കുമ്പോ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് ചൊല്ലണം, പിന്നെ സലാത്ത് ചൊല്ലണം. അപ്പൊ റബ്ബുൽ ആലമീനാണ് അവനു, ലോകരക്ഷിതാവാണ്, റബ്ബാണ്. റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇദാ ഖാലൽ അബ്ദു, ഒരടിമ യാ റബ്ബ് യാ റബ്ബുൻ ചൊന്നെങ്കിൽ ദ്വാർക്കുമ്പോ ലബ്ബൈക അബ്ദി സൽ തുഅതാൻ അള്ളാഹു ചൊല്ലാണ്ട. നന്റെ അടിമക്ക് ഞാൻ ഉത്തരം കൊടുത്തോണ്ടുള്ള, നിക്കെന്തും കേൾക്ക, നിക്ക് കിട്ടുണ്ടാ, നിക്ക് കിട്ടു. ചില മഹാന്മാർ ചൊന്നാർ ഈ പേര് യാ റബ്ബ് ദ്വാർക്കുമ്പ ഇത് യാറെ ചൊന്നെങ്കിൽ അയാളെ ദ്വാത്ത് ഉത്തരം കിട്ടു. അള്ളാഹു അയാളെ ആവശ്യം വീട്ടിക്കൊടുക്കൂടാ. ആ അള്ളാഹുടെ ಬಗ್ಗೆ നബിമാം പിന്നെ ചൊല്ല റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖയ്യൂമിസ് സമാവാതി വൽ അർളീൻ. അവനു ആകാശഭൂമികളെ നിയന്ത്രിക്കടങ്കെത്ത ആളാണ്, കയ്യൂമാണ്. യാ ഹയ്യു യാ കയ്യൂം ചൊല്ല ദിക്ർ നമുക്ക് കൂടെ ഓർമ്മയുണ്ട്. ഒരാൾ യാ ഹയ്യു യാ കയ്യൂം ചൊന്നെങ്കിൽ അവന്റെ എല്ലാ ദുഃഖവും ബേജാറും അള്ളാഹു ഇല്ലാണ്ടാക്കട. അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവനു റിസ്ക് കിട്ടുന്നുണ്ടാണ്. ഒരാൾ ചില മഹാന്മാർ ചെന്നാറ് എല്ലാ നാളിലും സൂര്യൻ ഉദിക്കിട ടൈമുൾ 40 വട്ട ഒരാൾ യാ ഹയ്യു യാ കയ്യൂം ചൊന്നെങ്കിൽ അഹ്യല്ലാഹു ഖൽബ, അള്ളാഹു അയാളെ കൽബിടെ ഹയാത്താക്കിടാണ്ടാണ്. കൽബാണ് ഹയാത്താവണായ അള്ളാഹു ഹയാത്താക്കിട. അയാളെ ചിന്തക്ക് നല്ല വെളിച്ചാണ്, പ്രകാശാണ്, നല്ല മൂർച്ചയാണ്. അയാളെ പ്രയാസത്തെ അള്ളാഹു എളുപ്പമാക്കിട. നല്ല ഹിക്മത്ത് അള്ളാഹു കൊടുക്കൂട. അയാളെ ബായിലൂടെ വേണ്ടത് നല്ല ഹിക്മത്താവിടും. അയാളെ നെഞ്ഞിക്ക് കൽബുക്ക് നല്ല മഅരിഫത്ത് അള്ളാഹു ഇട്ടുകൊടുക്കൂട. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ്. അപ്പോ യാ ഹയ്യു യാ കയ്യൂം ചൊല്ലുമ്പോ എത്ര വലിയ മഹത്വങ്ങളാണ് കിട്ടുകോണ്ടേ. ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു ചൊല്ലു അജിബ്തു ലിമൻ ബുലിയ ബി അർബഈൻ കൈഫ യഗ്ഫുലു അൻ അർബഅ. 4 കാര്യം കൊണ്ട് ബലാ മുസീബത്താക്കപ്പെട്ട ആള് 4 കാര്യത്തെ തൊട്ട് എങ്ങനെയാണ് അവನು അശ്രദ്ധനാവുടെ, അഥവാ 4 കാര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് പരിഹാരം ഇപ്പുറത്തുണ്ടോ. ഒരാൾക്ക് എപ്പോഴും ബേജാറാണ്, ടെൻഷനാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഈ ദിക്ർ എങ്ങനെയാണ് അവನು ചൊല്ലാണ്ടിക്കടെ. ഹമ്മുലുള്ള ആള്, ടെൻഷൻ ബേജാറിലുള്ള ആള് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ സൂറത്തുൽ അംബിയായുടെ 87-ാമത്തെ ആയത്ത് ഇത് ചൊന്നെങ്ക പരിഹാരമുണ്ട്. അള്ളാഹു ചൊന്നത് ഖുർആനിൽ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഉൾഗാണ്, മീനിന്റെ ഉൾഗാണ്. ആ പ്രയാസത്തിൽ നിന്ന് മഹാന്റെ രക്ഷപ്പെടുത്തിയത് ഈ ദിക്റാണ്. ഈ ദിക്ർ കാരണം കൊണ്ട് അള്ളാഹു ബച്ചാവാക്കിയ മുഅ്മിനീങ്ങളെ ഇതുപോലെ ഞങ്ങൾ ബച്ചാവാക്കിടാൻ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു ചൊല്ല.
ഒരാൾ ഒരു വസ്തുരെ തൊട്ട് പേടിച്ചാണ്ടായെങ്കിൽ, ഒരു വസ്തുരെ അല്ലെങ്കിൽ ഒരാളെ ഒരു കാര്യത്തെ പേടിയായോണ്ടുണ്ടു എങ്കിൽ അയാൾ എങ്ങനെയാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ചൊല്ല ദിക്ർ ചെല്ലാണ്ടിക്കടെ. സൂറത്ത് ആൽ ഇംറാൻ 173 അള്ളാഹു ചൊന്നത് ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹും സൂ. അത് ചെന്നപ്പ അങ്ക് വലിയ നിഅമത്തും അള്ളാഹുടെ ഫളും ഔദാര്യവും കിട്ടിത്തുണ്ടല്ലേ. ഒരാൾക്ക് വലിയ ചതി, അതിൽ നിന്ന് പേടിയാണ് അയാൾ, ബാക്കിരങ്ങ അയാളെ ചതിക്കോ നോക്കിക്കൊണ്ടുള്ളാർ എങ്കിൽ വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ് ചൊല്ല ആയത്ത് എങ്ങനെയാണ് അവൻ ചൊല്ലാണ്ടിക്കടെ. അങ്ങനെ ചെന്നപ്പ ഫഖാഹുല്ലാഹു സയ്യിആതി മാ മക്കറു, ഞങ്ങളെ എല്ലാ ചതിയും അള്ളാഹു കാത്താണ്ടല്ലേ. സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ, ഒരാൾക്ക് ഒരു വസ്തുര ആഗ്രഹമുണ്ട് എങ്കിൽ അത് പോലോത്തത് നക്ക് വേണു, ആ വസ്തു നക്ക് വേണു, അങ്ങനെ ഒരു ആശ അയാളെ മനസ്സിൽ വന്നിട്ടുണ്ടായെങ്കിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്തുൽ കഹ്ഫിലെ ഈ ദിക്ർ ആയത്ത് എങ്ങനെയാണ് അയാൾ ചൊല്ലാണ്ടിക്കടെ. ഖുർആൻ ചൊന്നത് ഫഅസാ റബ്ബി അൻ യൂതിയനി ഖൈറൻ മിൻ ജന്നത്തിക്. മാഷാ അല്ലാഹ് ചെന്നപ്പ നിന്റെ ജന്നത്തിലാട്ടി, നിന്റെ ആ വലിയ സ്വർഗത്താട്ടി അല്ലെങ്കിൽ നിന്റെ വലിയ ആ സുഖത്താട്ടി ഖൈറായത് അള്ളാഹു നക്ക് തണ്ടാണ്ടല്ലേ സൂറത്തുൽ കഹ്ഫിൽ ചെന്ന്. അപ്പോ 4 കാര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന താൾമാർക്ക് 4 കാര്യത്തിൽ പരിഹാരം അള്ളാഹു കൊടുക്കുടാണ്ട് മഹാന്മാർ ചൊന്നത് പിന്നെ ഈ കിതാബിൽ നമുക്ക് വിശദീകരിച്ച് ആ മഹാൻ നമുക്ക് വിശദീകരിച്ച് തന്നോണ്ടുണ്ട്. അപ്പൊ അള്ളാഹുടെ ಬಗ್ಗೆ ചൊല്ല കയ്യൂമിസ്സമാവാത്തി വൽ അർദീൻ, ആകാശ ഭൂമിയെ നിയന്ത്രിക്കടങ്കെത്ത ആളാണ്. ഒരു ആകാശവും ഭൂമി പോണ്ടില്ല, ഒരു ഭൂമിയും ഒരു പ്രയാസവുമില്ല. എത്ര സ്പീഡ് തിരിഞ്ഞെങ്കും നമുക്കൊരു ബുദ്ധിമുട്ടുമായോണ്ടില്ല. അത് റൗണ്ടിനെങ്കും നല്ല തൊട്ടിൽ പോലെ അള്ളാഹു നമുക്ക് ആക്കിത്തന്നറ. ആകാശം കീൽ ബൂൾഡൂൻ ചൊല്ല ബേജാറില്ല. ഏത് കുന്തവും ഒരു ചെറിയ കുന്തമില്ലാണ്ട് ഒരു പന്തലും ഭൂമിയിൽ നിൽക്കില്ല. പക്ഷേ ഭൂമിയുടെ ഔത്ര പുറത്ത് നാണങ്ങ് ഇരിഞ്ഞു പോകുമ്പോ നന്റെ തലയുടെ മേലിൽ കണ്ടെങ്കെത്ത ഇത്രയും വലിയ പന്തൽ ദൊമ്പ ആകാശം അത് നന്റെ തലയുടെ മേൽ ബൂൾഡൂൻ ചൊല്ല പേടി നക്കില്ല. ബിഗൈരി അമദിൻ തറൗനഹ, ഒരു കുന്തവുമില്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉണ്ടാക്കിയട. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ മഹത്വമുള്ള ആളാണ്. അങ്ങനെ അള്ളാഹുടെ മഹത്വമാണ് ചെന്നോണ്ടുള്ളത്. പിന്നെ സ്വലവാത്തുഹു വസലാമുഹു അലൈഹിം, അമ്പിയാക്കന്മാരെ മേൽ സ്വലാത്ത് സലാം ചെന്നിട്ടു. പിന്നെ അഹ്മദുഹു അലാ ജമീഇ നിഅമിഹി, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു തന്ന എല്ലാ നിഅമത്തുമെല്ലും അവൻ്റെതാണ് സ്തുതിച്ചുകൊണ്ടുള്ളത്. ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തന്ന നിഅമത്തുകൾ എത്രയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ എന്ത് നിഅമത്തിനെങ്കും അത് അള്ളാഹുവിൽ നിന്നാണ് എന്താ ഖുർആൻ ചൊല്ലെ. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുടെ നിഅമത്ത് എണ്ണിക്കണക്കാക്കുക പുറത്തായെങ്കിൽ അതിനെ എണ്ണി തീർക്കുക നിങ്ങളെ കൊണ്ട് സാധ്യ അല്ലാണ്ട് സൂറത്ത് ഇബ്രാഹിം 34 ആയത്ത് ചൊന്നുകൊണ്ടുണ്ട്. അപ്പൊ എത്ര വലിയ നിഅമത്താണ് അള്ളാഹു തന്നെ. ആ എല്ലാ നിഅമത്തുമെല്ലും അവന്റെ ഞാൻ സ്തുതിച്ചുകൊണ്ടുള്ളേ. അപ്പൊ ഒരു മുഅ്മിനായ ആള് ഒരു നാൾക്ക് എത്ര വട്ടാണ് അൽഹംദുലില്ലാ എന്ന് ചൊല്ലണേ. അപ്പൊ എല്ലാ സമയത്തും ആണ്ടെ പെണ്ണിടെ ബായിൽ ബിസ്മില്ലാ അൽഹംദുലില്ലാ ഈ ദിക്റങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ വലിയ പ്രതിഫലങ്ങൾ. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ചൊന്നെങ്കിൽ സ്വർഗത്ത് ഒരു നല്ല ഈത്തപ്പഴം നടപ്പെടുന്ന ഹദീസിലുണ്ട്. ഇങ്ങനെ ഓരോ ദിക്ർ ചൊല്ലുമ്പോ പ്രതിഫലങ്ങൾ ഇരട്ടിക്കിരട്ടിയായി നമുക്ക് കിട്ടിയോണ്ടിക്കിട്. അപ്പൊ വലിയ നിഅമത്താണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ് ഈമാനാണ് ഏറ്റവും വലിയ നിഅമത്താണ്. നാളെ ആഖിറത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് സ്വർഗത്തിൽ അള്ളാഹുടെ കണ്ടതാണ്. അല്ലാഹുമ്മ വഫിഖ്നാ. അപ്പൊ അള്ളാഹുടെ നിഅമത്തുമേൽ ഞാൻ സ്തുതിച്ചുകൊണ്ടുള്ള മാത്രവുമല്ല വഅസ്അലുൽ മസീദ മിൻ ഫദ്ലിഹി വകറമിഹി, അള്ളാഹുടെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹുടെ കൊടുതിയിൽ നിന്ന് ജാസ്തി ഞാൻ കേട്ടോണ്ടുള്ള. ഞാൻ കേൾക്കുന്നത് അള്ളാഹുടെ ഒട്ടിയ മാത്രാണ്. അവന്റെ മുട്ടത്തെയാണ് നക്ക് കിട്ടണായ. അള്ളാഹുവാണ് എല്ലാം തടയിടവണു. അതുകൊണ്ടു എല്ലാ നിഅമത്ത് നക്ക് ധാരാളം അവൻ ആക്കിട. അതിന്റെ മേലിൽ ഞാൻ സ്തുതിച്ചോണ്ടുള്ള അള്ളാഹുടെ നിഅമത്തിനെ തൊട്ടു ഞാൻ ആശമുറിയില്ല. അത് നക്ക് മെയ്യൈത്തീണ്ടില്ല. അള്ളാഹുടെ നിഅമത്ത് നക്ക് ധാരാളം കിട്ടണു. നക്ക് തണ്ടവണു അവന് മാത്രാണ്. ദുനിയാവുടെ ഒരു സിട്ടിരെയും ഞാൻ അവലംബിച്ചിട്ടില്ല. അങ്ങനെ അവലംബിച്ചു പോയെങ്കിൽ ഒരിക്കലും അവനു വിജയിക്കിടേണ്ടില്ല. കാരണം ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുൻ, അള്ളാഹുടെ മേൽ ഏൽപ്പിച്ചെങ്കിൽ അള്ളാഹുമൈ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം നീ തീരുമാനാക്കിയെങ്കിൽ അള്ളാഹുടെ മേലാണ് ഏൽപ്പിക്കണേ. ഇയാളെ നമ്പിയ സുബ്ഹാനല്ലാഹ്, അയാൾ മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോയിട്ട് ഇയാൾ കൈ കൊടുത്തു പിന്നാരെ മുട്ടാണ് പോണ്ടേ. നാളെയാണ് നന്റെ പ്രോഗ്രാം, ഇത്ര പൈസ നക്ക് വേണിന്ത് ഒരാൾ ചൊന്നിട്ടിന്ത് തണ്ടാൻ ചൊന്നിട്ട് അയാളമേ ഞാൻ നമ്പിട്ടുള്ള അയാളിന്റെ മരണപ്പെട്ടു പോയെങ്ക. അപ്പൊ മൊത്തത്തിൽ അടിസ്ഥാനപരമായി ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും പറഞ്ഞായ അള്ളാഹുവാണ്. നക്കൊരു 10 ലാക്ക് വേണം. അപ്പൊ എങ്ങനെയാണ് ദ്വാർക്കണേ? അള്ളാഹ് നക്ക് നീ 10 ലാക്ക് തരണം, പിന്നെയും പഠിച്ചോണ്ടൊട്ടി കേൾക്കാം നീ തരണം.
ഇതാ ഇന്ന ഒരാളുണ്ടോ അയാളെ മനസ്സ് നന്റെ മുട്ടൊന്ന് തിരിയും പോലെ ആക്കണു, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരാളുണ്ടോ അയാളൊട്ടിಗೆ നീ ചൊല്ലണം. അങ്ങനെ എന്തും അള്ളാഹുടൊട്ടിಗೆ ചൊല്ലേണ്ട അകത്തിയില്ല. മാലിക്കുൽ മുലൂക്കായ അള്ളാഹുടൊട്ടിಗೆ അങ്ങനെ ചെല്ലത് അത് വീടായിട്ടിരിക്കും. അള്ളാഹുടൊട്ടിಗೆ ചെല്ല നീ തരണോട്ടാ, അതെങ്ങനെയും ആവാം. അത് പിന്നെ അവനുക്ക് വിട്ടതാണ്. ആറെ മനസ്സ് തന്റെ മുട്ട തിരിച്ചിട്ടും അള്ളാഹു തറ. അവನು മുസബ്ബിബുൽ അസ്ബാബാണ്, മുഖല്ലിബുൽ ഖുലൂബാണ്. കൽബുടെ തിരിക്കിടവനും കാരണം ഉണ്ടാക്കിടവനും പടച്ചോണാണ്. അതുകൊണ്ട് നക്കാറൊട്ടികയും ചൊല്ലുകില്ല. നക്ക് നന്റെ പടച്ചോണ്ടൊട്ടിക മാത്രം, നന്റെ റബ്ബുടൊട്ടിക മാത്രമാണ് ചൊല്ലുകൊള്ളു. ഒരാളെ പ്രസംഗം ഞാൻ കേട്ടെ, അതായത് ഒരു പെണ്ണുങ്ങ മങ്ങിലായിട്ടിന്ത് പിന്നെ വിധവയായി തൈമ, ഭർത്താവ് മരണപ്പെട്ടുത്ത അല്ലെങ്കിൽ ഭർത്താവ് വിട്ടുത്ത, ഏതോ ഭർത്താവ് ഇല്ല. അപ്പോ വീണ്ടും ഒരു മങ്ങിലാവണു. കുറെ സമയം മങ്ങിലായില്ല, കുറച്ച് സമയം കഴിഞ്ഞപ്പോ മങ്ങിലായിട്ട് വന്ന് പുതിയ ഉണ്ട്. അപ്പോഴാണ് ഒരു രഹസ്യം അയിമ ചൊല്ലുടെ. അതായത് എങ്ങനെയാണ്, അപ്പൊ അയിമയുടെ ദുആ എന്തിനും ചൊന്നെങ്കിൽ അപ്പുറം ഇപ്പുറ പോകുമ്പോ അല്ലെങ്കിൽ ഔത്ര പുറത്ത് പോകുമ്പോ അങ്ങാടിയിൽ പോകുമ്പോ എന്തെങ്കിലും ആവശ്യത്ത് അയിമ ചൊല്ലു, റബ്ബെ എത്ര ആണിങ്ങാണ് അപ്പുറ ഇപ്പുറ പോയോണ്ടുള്ളത്, ബിസിയാണ് തിരക്കാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ് ഓരോരുത്തർ അപ്പുറ ഇപ്പുറ കയ്യും കണക്കുമില്ലാത്ത ആണിങ്ങൾ. ഇതിൽ ഒന്നു നക്ക് നീ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് അയിമ കേൾക്കട്ടെ. നക്ക് നീ ഇത് അറിഞ്ഞിട്ടല്ല, ഇതിലൊന്നും നക്കില്ലേ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെട്ടുവാട്ടി കൊടുത്ത. അപ്പൊ അള്ളാഹുടൊട്ടികയാണ് ചെല്ലണായേ. ഒരു പിന്നെ ബോക്സിൽ അല്ലെങ്കിൽ ഒരു കുപ്പിര ഉൾഗ കുടുങ്ങിയെങ്കെത്ത് എറുമ്പ്, കുറെ എറുമ്പ് അതിര ഉൾകൊണ്ട് പുറത്ത് അതിര മാലിക്ക തെച്ചിറ, അതിര ബന്ധാക്കിര, അതിര മേലിൽ മുച്ചി വെച്ചിറവണം. അപ്പൊ ഉൾഗ കുടുങ്ങിയെങ്കെത്ത് എറുമ്പ് ഇങ്ങനെ മേൽത്തോള ബണ്ട് പുറത്ത് പറഞ്ഞുകാവില്ലേ, എങ്ങനെ വരും പ്രയാസത്തിലുണ്ട്. അപ്പ ഓറുമ്പ് അല്ല, അവിടെ ചെറിയൊരു ബെൽച്ച കണ്ട് അതിര തെല്ല് നീ മേലാക്കി തന്നെങ്കിൽ ഞാൻ അതിൽ പുറത്ത് വരത്തെ, അല്ലെങ്കിൽ നന്റെ തല ഒന്ന് പറത്തിടുക വിട്ടെങ്ങുമൈ ബാക്കി ഞാൻ നോക്കിയുള്ളേ. ഇങ്ങനെല്ലാം ആ എറുമ്പ് ചൊല്ലണുണ്ടുണ്ടാ. ഇപ്പുറത്ത് തെച്ചെങ്കത്തെ മാലിക്ക ആ മുച്ചൊന്ന് ഓപ്പണാക്കിയെങ്ക ഓപ്പൺ ആക്കളോടുകൂടെ അതിലുള്ള ആയിരക്കണക്കിൽ എറുമ്പു പുറത്ത് പറഞ്ഞു സാധ്യാണ്. അപ്പൊ ഊടെ അവൻ തെച്ചിട്ടുള്ള, അപ്പൊ നീ അങ്ങനെ ആക്കിയെങ്കിൽ ഇങ്ങനെ ആവണം, അതെന്തും ചൊല്ലണുണ്ടില്ല. ഇതൊന്നും ഓപ്പൺ ആയി കിട്ടാത്ത അതെങ്ങനെയും ആവാം. അപ്പൊ ഖസായിനു സമാവാത്തി വല്ല ആകാശഭൂമിയുടെ ഖജനാവുള്ളെങ്കത്തെ റബ്ബുടൊട്ടിയെ അങ്ങനെ ഇങ്ങനെ ചൊല്ലണുണ്ടില്ല. നക്കിത് വേണു, നക്ക് നീ തറന്നു അല്ലാഹ്, നീയാണെല്ലാം. ഇത് വല്ലാത്ത ഈമാനാണ്, വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്. മുനാഫിഖീങ്ങ ചെന്നാറ് ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫല്ലു. അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഉള്ള സ്വഹാബത്ത് അങ്ക് നിങ്ങൾ എന്തും കൊടുക്കണ്ട, മക്കത്തെ വന്നങ്ങ മദീനക്കാർ എന്തും അങ്ക് കൊടുക്കണ്ടാന്ന് ചെന്നാർ. അപ്പോഴാണ് ഖുർആൻ ചൊല്ലുന്നത്, ഓ ചെലവാക്കണ്ടാൻ നീ ചൊന്നോണ്ടുള്ളമ, നിന്റെ പൈസ കണ്ടിട്ട് ആരാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ നീ ചെലവാക്കിയങ്ങ് മാത്രമായി ഇങ്ങ ചെയ്യിക്കടെ, അതൊരിക്കലും ശരിയല്ല. അത് ഈ കണ്ടത്തിൽ പിന്നെ കൃഷിയാക്കിയപ്പ അവിടെ മൃഗങ്ങൾ വറകു തീരാൻ ചെന്നിട്ട് ഒരു നോക്കുകുത്തിര നിപ്പാട്ടാറ് ഒരു മനുഷ്യരുടെ ആകൃതിയിൽ. എന്നിട്ടോ അവന്റെ കയ്യിൽ ഒരു ബെത്തവും കൊടുത്തിട്ടിക്കാർ. ഇത് കണ്ടിട്ട് മൃഗങ്ങൾ പേടിക്കിട്ട്. അപ്പൊ ഈ നോക്കുകുത്തി ഈ ഫോട്ടോ ഇത് വിചാരിക്കലവള, ഓ നാണും ഇത്ത് വറക്കഴിഞ്ഞിട്ട് ഈ മൃഗത്തെ തടഞ്ഞിട്ടില്ലെങ്കിൽ, കൃഷിയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എല്ലാം വന്ന് തിന്നത്തിഞ്ചൊന്നും അത് വിചാരിക്കും പോലെ അങ്ങനത്തെ വെഡിത്താണിത്. അപ്പൊ നാണില്ലെങ്കിൽ അവനില്ല, അത് വെറുതെയും വെഡിത്തമാണ്. ഓ ആർക്കും നിങ്ങൾ ചെലവാക്കണ്ട, അങ്ങ് ഇക്കട്ടാവട്ടെ, അങ്ങ് മക്കത്തെ ബന്ധങ്ങളിലെ അങ്ങ് എന്തും നിങ്ങൾ കൊടുക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഉള്ളെങ്കിൽ ആൾമാർക്ക് കൊടുക്കണ്ടാന്ന് ചെന്നപ്പോ ഖുർആൻ എന്താ ചൊല്ലെ, വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെന്ത് വിഡിത്താണ് ചെന്നോണ്ടുള്ളേ. അള്ളാഹുകാണ് ആകാശഭൂമിയുടെ ഖജനാവുള്ള ഒണ്ട കണ്ടിട്ടാ ബാക്കി ഞങ്ങളെ പഠിച്ചില്ലേ? ഒരിക്കലുമല്ല. ആകാശഭൂമിയുടെ ഖജനാവുള്ളത് അള്ളാഹുടെ കയ്യിലാണ്, തീന്നു പോവാത്തതാണ്. ഈ മുനാഫിഖീങ്ങൾ എന്തും ഗൊന്തില്ല, വിവരമില്ലാത്ത ആൾമാരുണ്ടാ ചെന്നോണ്ടുള്ളേ. അപ്പോ അള്ളാഹുടെ നിഅമത്ത് ഏറ്റവും വലുതാണ്. കേക്കൊണായത് അവണ്ടൊട്ടികയാണ്, അള്ളാഹുടൊട്ടികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സിട്ടികും അള്ളാഹു ഞങ്ങളെ ഏൽപ്പിക്കാണ്ടിക്കട്ട്. ഞങ്ങളെ ഖബറും മഹ്ശറയും ആഖിറവും എല്ലാം അള്ളാഹു വെളിച്ചമാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.